എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവത്തിൽ തുടർച്ചയായി 4ാം തവണയും പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത EK ധർമ്മൻ സ്മാരക എവർ റോളിംഗ് ട്രോഫി വായനശാലയ്ക്ക് സമ്മാനിച്ചു. ശ്രീനാരായണപുരം യുവതരംഗം ലൈബ്രറി 2ാം സ്ഥാനവും കയ്പമംഗലം ഗ്രാമദീപം വായനശാല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 2 ദിവസങ്ങളിലായി പുല്ലൂറ്റ് TDP UP സ്കൂളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കാളികളായി. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം PN ദേവി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. താലൂക്ക് സെക്രട്ടറി മുസ്താഖ് അലി, വൈസ് പ്രസിഡന്റ് MS മോഹൻദാസ്, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ KK ഹരീഷ് കുമാർ, TC വേണുഗോപാൽ, UK സുരേഷ് കുമാർ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണി പിക്കാസോ, സംഘാടക സമിതി കൺവീനർ NS ജയൻ, ചെയർമാൻ PN വിനയചന്ദ്രൻ, ട്രഷറർ രതീഷ, നന്ദു അഗസ്റ്റിൻ, MV രേണുക, PC പീതാംബരൻ, AP രോഹിണി, NAM അഷറഫ്, UK രാധാകൃഷ്ണൻ, KR നാരായണൻ, KH സബിത, നന്ദന സാജു, KM രേവിത, KA അനൂപ്, PS സുലേഖ എന്നിവർ നേതൃത്വം നൽകി. വായനശാല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് ചെറിയൊരു ഗ്രാമമായ ഏങ്ങണ്ടിയൂരാണ്. അവിടെ ഒരു പൂഞ്ചോട്ടിലൊരു വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വടക്കേലെ ആനന്ദചേട്ടന് വായിക്കാൻ അറിയില്ല, എഴുതാനും അറിയില്ല. പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളോട് പറയും, കുട്ടികളെല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ചുറ്റുമിരുത്തും അദ്ദേഹത്തിന് ഞങ്ങൾ ഓരോരുത്തരും ഒരാളുടെ വായ കളിക്കുമ്പോൾ മറ്റാളെ കൊണ്ട് വായിപ്പിക്കും. അങ്ങനെ ചുറ്റുമിരിക്കുന്ന കുട്ടികളെ കൊണ്ട് മുഴുവൻ കഥകൾ വായിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വായനശാല എന്ന് പറയുമ്പോൾ എനിക്ക് ആനന്ദചേട്ടനെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. അക്ഷരമറിയാവുന്ന ഏതൊരു കുട്ടികളും അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് കഥകൾ വായിച്ച് കവിതകൾ വായിച്ച് തങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഓർക്കാറുണ്ട്. പിന്നെ എഴുത്തുകൾ അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിൽ ആശയങ്ങളുണ്ടെങ്കിൽ ചെറുതും വലുതുമായ കഥകളോ കവിതകളോ എഴുതുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും എഴുതാനുള്ള കഴിവുണ്ട്, പക്ഷെ എഴുതുകയില്ല. ഇങ്ങനെ കഥകളൊക്കെ പറയും, എന്തെങ്കിലും ഉണ്ടാക്കി പറയാനാ ഒക്കെ എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷെ എഴുതില്ല ആരും. അപ്പൊ നമ്മളുടെ കഴിവുകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മൾ എഴുതാൻ കഴിവുള്ളവരെ എഴുതുക. ഇവിടെ നല്ല രീതിയിൽ പാടുകയും പറയുകയും ചെയ്ത എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്.